നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എതിരാളിയുടെ ബലം നിഷ്പ്രയാസം നമുക്ക് ഇതുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഇപ്പോൾ നീ നല്ല ആരോഗ്യമുള്ള ആളാണ്, നീ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, നീ ഇപ്പോൾ ഇരുമ്പ് തൂണിലൊക്കെ അടിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ നീ ഇപ്പോൾ തേങ്ങയും കല്ലും എല്ലാം അടിച്ച് പൊട്ടിക്കുന്ന ആളാണ്. അപ്പോൾ അത്രത്തോളം നീ കഴിവുള്ള ആളാണ്, അത്രത്തോളമുള്ള ആളാണെങ്കിൽ പോലും സാധാരണക്കാർക്കൊരു സംശയം തോന്നും, ഇത് വെച്ച് ബ്ലോക്ക് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ ഈ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? ഒരു തൂണൊക്കെ അടിച്ച് പൊട്ടിക്കുന്ന ഒരാളിന് അത്രയും നിഷ്പ്രയാസം ഇതിനെ മറികടന്ന് ഒന്നുകൂടെ അടിച്ചോ, സ്ലോയിൽ എൻ്റെ കൈയെ മറികടന്ന് ഇങ്ങോട്ട് വരില്ലേ എന്നൊരു സംശയം തോന്നാം. എൻ്റെ കൈ കൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലേ? ഇനി അഥവാ ഈ കാണുന്ന ആയുധം കൊണ്ട് നിൻ്റെ കൈയെ ബ്ലോക്ക് ചെയ്ത് നിർത്താൻ പറ്റിയില്ല എങ്കിൽ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്നൊരു സംശയം തോന്നും. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ചെടുത്ത് വെച്ചിരുന്ന പൊസിഷൻ നോക്കുക. ഈ രീതിയിലാണ് ഞാൻ വെച്ചിരുന്നത്. ഈ രീതിയിലൊക്കെ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അത് പൊതുവേ ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിലും അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിലെല്ലാം പൊതുവേ പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കൈ കൊണ്ടാണെങ്കിൽ ഞാൻ ആ രീതിയിൽ ഇങ്ങനെയാണ് കാണിച്ചത്. കൈ കൊണ്ടാണെങ്കിൽ അടിച്ചോ, ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് നെഞ്ചിലേക്ക് കൈവയ്ക്കുന്ന ഒരു മെത്തേഡ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നീ അടിക്കുമ്പോഴത്തേക്കും നിൻ്റെ കൈയുടെ മുഴുവൻ പവറും, പ്രത്യേകിച്ച് നിൻ്റെ മുട്ടിൻ്റെ ഭാഗത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഈ പവർ മുഴുവൻ നിൻ്റെ നെഞ്ചിലേക്കാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ നീ എന്നെ ഒന്ന് അടിക്കാനായിട്ട് പ്രസ് ചെയ്തോ. ഒട്ടും ബലം എന്നിലേക്ക് വരുന്നില്ല, എല്ലാം നിന്നിലേക്കാണ് വരുന്നത്. നിൻ്റെ മർമ്മഭാഗങ്ങളിലേക്കാണ് ഇത് പോകുന്നത്. ഒന്നുകൂടെ, എല്ലാം നിനക്കാണ് കിട്ടുന്നത്, എനിക്കല്ല. ഈ പവർ ഒരിക്കലും എൻ്റെ തലയിലോട്ട് വരില്ല. ഞാനതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ട് മുന്നിൽ നിൽക്കാം. കാരണം എന്ന് പറഞ്ഞാൽ നീ കൈ എത്ര താഴ്ത്തിയാലും എന്ത് വന്നു കഴിഞ്ഞാലും നിൻ്റെ ഇവിടെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൈ. അത് മാത്രമല്ല ഈ പവർ മുഴുവൻ നിന്നിലേക്കാണ് ഞാൻ കൊടുക്കുന്നത്. നീ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയോ. ഇതേ മെത്തേഡ് നമുക്ക് ഇതിലും അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഇതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാൻകൊമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇനിയിപ്പോൾ സാധാരണ രീതിയിൽ അടിക്കുക, സ്ലോയിൽ വന്നാൽ മതി. ഈ രീതിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് നിൻ്റെ നെഞ്ചിലേക്കായിരിക്കും വയ്ക്കുന്നത്. നീ എത്ര പ്രഷർ തന്നാലും നിൻ്റെ നെഞ്ചിലേക്കേ അത് പോകുള്ളൂ. ഒന്ന് പ്രഷർ ഒന്ന് നോക്കിയേ. നമുക്കത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. പവർ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എന്നെക്കാളും പവറുള്ള ആളാണ്. ഇതാ കവള് കൊണ്ടുവച്ച് നിന്ന് കഴിഞ്ഞാൽ പോലും, നിൻ്റെ കയ്യിൽ കത്തി ഇരുന്നാൽ പോലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ അത് ചുമ്മാ കൊണ്ട് കൈവച്ച് കിട്ടില്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. അതായത് ഇവിടെ നിന്ന് എനർജിയെ നമ്മൾ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിക്കുന്ന രീതി അത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നെന്നിലേക്ക് തന്നെ ഈ പവർ മുഴുവൻ റിലീസ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ആയുധം ഉണ്ടെങ്കിൽ പോലും, ഒരു കത്തി ഉണ്ടെങ്കിൽ പോലും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പറഞ്ഞത് ഇതാണ്, ബ്ലോക്ക് ചെയ്യുമ്പോൾ തന്നെ നീ എന്നെക്കാളും നല്ല പവറുള്ള ആളാണെങ്കിലും ഇതിവിടെ വച്ച് കഴിഞ്ഞാൽ നിൻ്റെ പവറെല്ലാം ബിഗ് സീറോ ആണ്.